ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം ബി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ വരാനിരിക്കുന്ന 10th പ്രിലിംസ് എക്സാമിനേഷൻ്റെ അവസാന സ്റ്റേജ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ വരുന്ന VFA എക്സാമുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആളുകൾക്കുമായിട്ട് മാത്തമാറ്റിക്സിൽ നിന്ന് പ്രധാനമായിട്ടും നിങ്ങൾ നോക്കിപ്പോകേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോകാം. കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം ചോദ്യങ്ങൾ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ആദ്യത്തെ 97 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണുക. ഇവിടെ നിങ്ങളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഓർത്തു വെച്ചാൽ മതി. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനായിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്, അതൊന്ന് ഓർത്തു വെച്ചാൽ മതി. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ n+1/2. അതായത് എത്ര എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണോ കാണാൻ പറഞ്ഞത് അതിനോട് ഒന്ന് കൂട്ടി പകുതി എടുക്കുക. അപ്പോൾ ഇതൊരു ഇക്വേഷൻ ആയിട്ട് തന്നെ ഓർത്തു വെക്കുക. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ n+1/2 ആണ് ഇക്വേഷൻ. അപ്പോൾ ആദ്യത്തെ 97 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 97 + 1/2, ദാറ്റ് ഈസ് 98/2. 98ൻ്റെ പകുതി 49. ഉത്തരം ഓപ്ഷൻ സി. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? ഓർത്തു വെച്ചോ, ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ ശരാശരി ചോദിക്കുകയാണെങ്കിൽ കാണാനുള്ള ഇക്വേഷൻ n+1. അതായത് എത്ര ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണോ ചോദിക്കുന്നത് അതിനോട് ഒന്ന് കൂട്ടിയാൽ ഉത്തരം കിട്ടും. അപ്പൊ ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ n+1. അപ്പൊ ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി 30 + 1 31. ഉത്തരം ഓപ്ഷൻ ഡി. സെറ്റല്ലേ? അടുത്ത ചോദ്യം, ആദ്യത്തെ 101 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? ഓർത്തു വെക്കണം, ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ n ആണ്. അതായത് എത്ര ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണോ കാണാൻ പറഞ്ഞത് അത് തന്നെ ഉത്തരം. അപ്പൊ ആദ്യത്തെ 101 ഒറ്റ സംഖ്യകളുടെ ശരാശരി 101 തന്നെ ഓർത്തു വെച്ചാൽ മതി. അപ്പൊ പഠിച്ച 3 കൂടെ വേണമെങ്കിൽ നീക്കൊന്ന് കണക്ഷൻ കൊടുക്കാം. എങ്ങനെയാ? ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ n+1/2. അതിൽ താഴെയുള്ള 2 മായ്ച്ചാൽ ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ ശരാശരി കിട്ടും n+1. അതിൽ ആ +1 മായ്ച്ചാൽ ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ ശരാശരി കിട്ടും n. ഒന്നുകൂടെ പറയാം, ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ n+1/2 ആണ്. അതിൽ ആ താഴത്തെ 2 മായ്ച്ചാൽ ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ ശരാശരി കിട്ടും n+1. അതിൽ ആ +1 മായ്ച്ചാൽ ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ ശരാശരി കിട്ടും n. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി, എളുപ്പ. അടുത്ത ചോദ്യം, 10 സംഖ്യകളുടെ ശരാശരി 23. ഇതിലെ ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി എന്താ? ഇത് ശരാശരിയുടെ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കുറെ സംഖ്യകളുടെ ശരാശരി തന്നിട്ടുണ്ട് 23. എന്നിട്ട് പറഞ്ഞു എല്ലാത്തിനോടും 4 കൂട്ടിയ പുതിയ ശരാശരി എത്രയാന്ന് കാണാൻ ആ ശരാശരിയോടും 4 കൂട്ടിയാൽ മതി. 23 + 4 27. ഉത്തരം ഓപ്ഷൻ എ. ഇത് ശരാശരിയുടെ പ്രോപ്പർട്ടിയാണ്. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും. കുറേ സംഖ്യകളുടെ ശരാശരി തന്നിട്ട് എല്ലാത്തിനോടും 5 കൂട്ടിയ ശരാശരി എത്രയാന്ന് ചോദിച്ചാൽ ശരാശരിയോട് 5 കൂട്ടുക. എല്ലാത്തിൽ നിന്നും 3 കുറച്ചാൽ ശരാശരി എത്രയാന്ന് ചോദിച്ചാൽ ശരാശരിയിൽ നിന്ന് 3 കുറയ്ക്കുക. എല്ലാത്തിനെയും 2 കൊണ്ട് ഗുണിച്ചാൽ ശരാശരി എത്രയാന്ന് ചോദിച്ചാൽ ശരാശരിയെ 2 കൊണ്ട് ഗുണിക്കുക. എല്ലാത്തിനെയും 7 കൊണ്ട് ഹരിച്ചാൽ ശരാശരി എത്രയാന്ന് ചോദിച്ചാൽ ശരാശരി 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഇവിടെ കുറേ സംഖ്യകളുടെ ശരാശരി 23. എല്ലാത്തിനെയും 4 കൂട്ടിയാൽ ശരാശരി എത്രയാന്ന് ചോദിച്ചാൽ 23നോട് 4 കൂട്ടുക, 27. അടുത്ത ചോദ്യം, 10 സംഖ്യകളുടെ ശരാശരി 12 ആണ്. ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കുറച്ചാൽ പുതിയ ശരാശരി എത്രയാ? ആ ശരാശരിയിൽ നിന്നും 3 കുറയ്ക്കുക. 12 നിന്ന് 3 കുറച്ചാൽ എത്രയാ? 9. സെറ്റ്. അടുത്ത ചോദ്യം, 4 പേരുടെ ശരാശരി വയസ്സ് 15. ഒരാൾ കൂടെ വന്ന ശരാശരി 16 പുതുതായി വന്ന ആളുടെ വയസ്സ് എത്ര? ഇങ്ങനെ ഒരാൾ വരുമ്പോൾ ശരാശരി കൂടി, അങ്ങനെയാണെങ്കിൽ വന്ന ആളുടെ വയസ്സ് എത്ര എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാൽ ചെയ്യാനുള്ള വഴി ആലോചിച്ചോ. 4 പേരുടെ ശരാശരി വയസ്സ് 15. ഒരാൾ കൂടെ വന്നപ്പോൾ 5 ആളായി, അപ്പൊ ശരാശരി 16. 4 5 ആകാൻ 1 കൂടി, 15 16 ആകാൻ 1 കൂടി. ഇങ്ങനെ 2 സൈഡിലും കൂടുന്നത് ഒന്നാണെങ്കിൽ ആ പുതുതായി വന്ന ആളുടെ വയസ്സ് കാണാൻ മൂലയിലിരിക്കുന്ന ആളുകൾ കൂട്ടിയാൽ മതി. 5ഉം 15ഉം കൂട്ടിയാൽ എത്രയാ?
20 ഓപ്ഷൻ എ. അത്രേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോ. 4 പേരുടെ ശരാശരി വയസ്സ് 15. ഒരാൾ കൂടെ വന്നപ്പോൾ 5 ആളായി, അപ്പൊ ശരാശരി 16 പുതുതായി വന്ന ആളുടെ വയസ്സ് എത്ര? 4 5 ആകാൻ 1 കൂടി, 15 16 ആകാൻ 1 കൂടി, 2 സൈഡിലും +1 അല്ലെങ്കിൽ 2 സൈഡിലും -1 ആണെങ്കിൽ ജസ്റ്റ് ഈ മൂലയിലിരിക്കുന്ന ആളുകൾ കൂട്ടിയാൽ മതി. 15 5 കൂട്ടിയാൽ 20 പുതുതായി വന്ന ആളുടെ വയസ്സ്. ഒന്നുകൂടെ, ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 11. ടീച്ചറെയും കൂടെ ചേർത്തപ്പോൾ 41 ആളായി, അപ്പൊ ശരാശരി 12 ടീച്ചറുടെ വയസ്സ് എത്ര? 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 11. ടീച്ചറെയും കൂടെ ചേർത്തപ്പോൾ ശരാശരി 12 ടീച്ചറുടെ വയസ്സ് എത്ര? 40 41 ആകാൻ 1 കൂടി, 11 12 ആകാൻ 1 കൂടി, 2 സൈഡിലും +1 2 സൈഡിലും -1 ഒക്കെ ആണെങ്കിൽ മൂലയിലിരിക്കുന്ന ആളുകൾ കൂട്ടിയ ഉത്തരം കിട്ടും. 41 11 കൂട്ടുക, 1 1 2, 4 1 എത്രയാ? 5. ഉത്തരം കിട്ടുന്നു 52. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അതൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അടുത്തതിലേക്ക് പോവാം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചെറിയ ഭിന്നസംഖ്യ ഏതാ? താഴെ കുറെ ഭിന്നസംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. 7/9, 7/15, 7/12, 7/18. ഇങ്ങനെ കുറെ ഭിന്നസംഖ്യകൾ കൊടുത്തിട്ട് അതിൽ ചെറുത് ഏതാന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോമൺ ആയിട്ടുള്ള പ്രത്യേകത കാണാം. എല്ലാ ഭിന്നസംഖ്യകളുടെയും അംശം തുല്യമാണ്. അംശം എന്ന് പറഞ്ഞാൽ മുകളിലുള്ള സംഖ്യ. എല്ലാ ഭിന്നസംഖ്യകളുടെയും അംശം തുല്യമാണെങ്കിൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കാണാൻ റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ മതി. അതായത് ഇവിടെ വലിയ സംഖ്യ കാണാൻ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ സംഖ്യ എടുത്താൽ മതി. ഏറ്റവും ചെറുതാരാ? 7/8. ചെറിയ സംഖ്യ കാണാൻ കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ എടുത്താൽ മതി. ഏറ്റവും വലിയ സംഖ്യ ആരാ? 7/15. ഇതൊന്ന് ഓർത്തു വെക്കുക. ഒന്നുകൂടെ പറയാം. കുറെ ഭിന്നസംഖ്യകൾ തന്നിട്ട് വലുതും ചെറുതും ചോദിക്കുകയാണെങ്കിൽ അതിലെല്ലാത്തിൻ്റെയും അംശം തുല്യമാണെങ്കിൽ റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ വലുതും ചെറുതും കിട്ടും. വലിയ സംഖ്യ കാണാൻ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് എഴുതുക 7/8. ചെറിയ സംഖ്യ കാണാൻ കൂട്ടത്തിൽ ഏറ്റവും വലുത് എഴുതുക 7/15. നമ്മളോട് ചോദിച്ച ചെറിയ ഭിന്നസംഖ്യ ഏതാണെന്നാണ്? 7/15. ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഭിന്നരൂപങ്ങളിൽ ഏതാണ് ഏറ്റവും ചെറുത്? നോക്കിയാൽ മനസ്സിലായിരിക്കും. എല്ലാത്തിൻ്റെയും എന്ത് തുല്യമാണ്? അംശം തുല്യമാണ്. അംശം തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യകൾ വരികയാണെങ്കിൽ വലുതും ചെറുതും കാണാൻ റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ മതി. അതായത് വലിയ ഭിന്നസംഖ്യ കാണാൻ കൂട്ടത്തിൽ ഏറ്റവും ചെറുതെടുത്ത് എഴുതുക. കൂട്ടത്തിൽ ഏറ്റവും ചെറുതാരാ? 11/6. ചെറിയ ഭിന്നസംഖ്യ കാണാനായിട്ട് കൂട്ടത്തിൽ ഏറ്റവും വലുതെടുത്ത് എഴുതുക. ഏറ്റവും വലുതാരാ? 11/10. നമ്മളോട് ചോദിച്ചത് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ആരാന്നാണ്. ഓപ്ഷൻ സി 11/10. അടുത്ത ചോദ്യം, 2/5, 3/4, 8/9, 5/7 ഇവയിൽ ഏതാണ് ഏറ്റവും വലിയ ഭിന്നസംഖ്യ? അപ്പൊ ഇവിടെ നേരത്തെ മെത്തേഡ് നടക്കില്ല. കാരണം എല്ലാത്തിൻ്റെയും അംശം ഇവിടെ തുല്യമല്ല. അപ്പൊ അംശങ്ങളോ ഛേദങ്ങളോ ഒന്നും തുല്യമല്ലാത്ത ഭിന്നസംഖ്യകൾ വരുന്ന സമയത്ത് വലുതും ചെറുതും കണ്ടെത്താൻ ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. ഞാൻ പറയാം. അതിനാദ്യം നിങ്ങൾക്ക് എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് അറിയണം. 2 ഭിന്നസംഖ്യകൾ തന്നാൽ വലുതും ചെറുതും നോക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അത് ഞാനൊന്ന് ആദ്യം പറയാം, ശ്രദ്ധിച്ചോ. നിങ്ങളുടെ കയ്യിൽ 2 ഭിന്നസംഖ്യകൾ തന്നു. 2/3 എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യയുണ്ട്. 5 അല്ലെങ്കിൽ ഒരു 2/3 എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യയുണ്ട്. 4/7 എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യയുണ്ട്. ഇതിൽ ആരാണ് വലുത്, ആരാണ് ചെറുത് എന്ന് എങ്ങനെ കണ്ടെത്തുക? 2 ഭിന്നസംഖ്യകൾ തന്നാൽ വലുതും ചെറുതും കണ്ടെത്താൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് നമ്മൾ ചെയ്യുക. ആദ്യം വലത്തോട്ട് ഗുണിക്കുക. 2 × 7 എത്രയാ? 14. അത് ഒന്നാമത്തെ താഴെ എഴുതുക. അടുത്ത ഇടത്തോട്ട് ഗുണിക്കുക. 3 × 4 12. അത് രണ്ടാമത്തെ താഴെ എഴുതുക. അപ്പൊ ഇതിൽ വലിയ സംഖ്യ ആരാന്ന് ചോദിച്ചാൽ വലിയ നമ്പർ 14 നേരെയുള്ള 2/3 ആണ് വലുത്. ചെറിയ നമ്പർ 12 നേരെയുള്ള 4/7 ആണ് ചെറുത് കിട്ടുക. ഇതാണ് 2 ഭിന്നസംഖ്യകളിൽ വലുതും ചെറുതും നോക്കാനുള്ള മെത്തേഡ്. അപ്പൊ പഠിച്ചോ. 2 ഭിന്നസംഖ്യകൾ തന്നാൽ വലുത് ഏത് ചെറുത് ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ആദ്യം വലത്തോട്ട് ഗുണിക്കുന്നു. 2 × 7 14. അത് ഒന്നാമത്തെ താഴെ എഴുതുന്നു. അടുത്ത ഇടത്തോട്ട് ഗുണിക്കുന്നു. 3 × 4 12. അത് രണ്ടാമത്തെ താഴെ എഴുതുന്നു.
ഇവിടെ വലിയ സംഖ്യ 14 അപ്പോൾ വലിയ ഭിന്നസംഖ്യ 14 നേരെയുള്ള 2/3, ചെറിയ ഭിന്നസംഖ്യ 12 നേരെയുള്ള 4/7. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ 1, 2, 3, 4 ഭിന്നസംഖ്യകൾ ഇവിടെ തന്നിട്ട് അതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ കാണാൻ ചോദിച്ചാൽ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം ഞാൻ പറയാം, ശ്രദ്ധിച്ചോ. ആദ്യം നമ്മൾ ആദ്യത്തെ 2 ഭിന്നസംഖ്യകളിൽ വലുതേതാ ചെറുതേതാ നോക്കാം. അതായത് 2/5 3/4 എടുത്ത് വലുതേതാ ചെറുതേതാന്ന് ആദ്യം നോക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാ ചെയ്യേണ്ടത്. ആദ്യം വലത്തോട്ട് ഗുണിക്കുക, 2 × 4 8 ഇവിടെ എഴുതി വെച്ചു. അടുത്ത ഇടത്തോട്ട് ഗുണിക്കുക, 3 × 5 15 ഇവിടെ എഴുതി വെച്ചു. വലിയ സംഖ്യ 15 നേരെയുള്ള 3/4 വലുത്, നമ്മളോട് കാണാൻ പറഞ്ഞത് വലുതാ. ഇനി ചെയ്യേണ്ടത് അതിലുള്ള വലുതും അടുത്ത സംഖ്യ എടുക്കുക, 3/4 അടുത്ത സംഖ്യ 8/9, വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 9 27 ഒന്നാമത്തേന് താഴെ എഴുതുക. 4 × 8 32 രണ്ടാമത്തേന് താഴെ എഴുതുക. വലുത് 32 നേരെയുള്ള 8/9 വലുത് വരിക. വീണ്ടും ആ വലുതും അടുത്ത സംഖ്യ എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 8/9 5/7 ക്രോസ് മൾട്ടിപ്ലൈ ആണ്. വലത്തോട്ട് ഗുണിച്ചു, 8 × 7 എത്രയാ? 8 7 56. ഇടത്തോട്ട് ഗുണിച്ചു, 9 × 5 45. വലുതാരാ? 56 നേരെയുള്ള 8/9 എന്ത് വരിക? വലുത് വരിക. അപ്പൊ കൂട്ടത്തിൽ ഏറ്റവും വലുത് ആരാണെന്ന് ചോദിച്ചാൽ 8/9. ഇതാണ് മെത്തേഡ്. അപ്പൊ കുറെ ഭിന്നസംഖ്യകൾ തന്നാൽ വലുത് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ആദ്യത്തെ 2 എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വലുത് ഏതാ നോക്കുക. 2 4 8 5 3 15 വലുത് 3/4. ആ 3/4 അടുത്ത സംഖ്യ എടുത്ത് വലുത് ഏതാ നോക്കുക. 3/4 8/9 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 3 9 27 4 8 32 വലുത് 8/9. ആ 8/9 അടുത്ത സംഖ്യ എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 8 × 7 എത്രയാ? 56 എന്ന് കിട്ടുന്നുണ്ട്. പിന്നെ 9 × 5 45 വലുത് 56 നേരെയുള്ള 8/9. ഇനി ചെറുതാണ് കാണാൻ പറഞ്ഞെങ്കിലോ ചെറുതെടുത്ത് അങ്ങനെ പോവാം. അപ്പൊ ഇതാണ് രീതി. ഒന്നും കൂടെ ചെറുതേത്? 7/11 8/13 2/3 5/8 അതിൽ ചെറുതേതാ? എങ്ങനെയാ ചെയ്യുക? ആദ്യത്തെ 2 എടുത്ത് ചെറുത് കണ്ടെത്തുക. 7/11 എടുത്തു, 8/13 എടുത്തു, ചെറുത് കണ്ടെത്തണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ. 13 × 7 എത്രയാ? 10 7 70 3 7 20 70 21 3 7 21 70 21 ഒന്നാമത്തേന്റെ താഴെ എഴുതി. ഇടത്തോട്ട് ഗുണിക്കുന്നു, 11 × 8 88. ചെറുതാര? 88 നേരെയുള്ള 8/13 എന്ത് വരിക? ചെറുത് വരിക. അതാണ് ഐഡിയ. ഒന്നും കൂടെ. ആദ്യത്തെ 2 ചെറുത് കണ്ടു, 7/11 8/13 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ചെറുത് കിട്ടി 88 നേരെയുള്ള 8/13. ഇനി ആ ചെറുതും അടുത്ത സംഖ്യയും നോക്കുക. 8/13 അടുത്ത സംഖ്യ 2/3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. വലത്തോട്ട് ഗുണിച്ചു, 8 3 24. ഇടത്തോട്ട് ഗുണിച്ചു, 13 × 2 എത്രയാ? 26. ചെറുത് 24 നേരെയുള്ള 8/13 ചെറുത് കിട്ടുക. 24 13 × 2 എത്രയാ? 26 കിട്ടുന്നു. അപ്പൊ ചെറുത് കിട്ടി. ഇനി അടുത്തത് ആ 8/13 അടുത്ത സംഖ്യ 5/8 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെറുത് നോക്കാം. വലത്തോട്ട് 8 8 64. ഇടത്തോട്ട് 13 × 5 65. ചെറുത് 64 നേരെയുള്ള 8/13 ചെറുത്. ദ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഏറ്റവും ചെറുത് കിട്ടുക 8/13. റെഡിയല്ലേ? അടുത്തത് നോക്കാം. ഭിന്നസംഖ്യകളായ 1/3 5/7 2/9 ഇവരെ ആരോഹണ ക്രമത്തിൽ എഴുതുകയാണെങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ക്രമത്തിലാ വരിക? അപ്പൊ 1/3 ഉണ്ട്, 5/7 ഉണ്ട്, 2/9 ഉണ്ട്. ഇവിടെ ആരോഹണ ക്രമത്തിൽ എഴുതുകയാണെങ്കിൽ വരുന്ന ഓർഡർ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ കുറെ ഭിന്നസംഖ്യകൾ തന്നിട്ട് ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ, ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ സംഖ്യയിൽ നിന്നും വലുതിലേക്ക് കൂടുന്ന രീതിയിൽ എഴുതുന്നതിനെയാണ് ആരോഹണ ക്രമത്തിൽ എഴുതുക എന്ന് പറയാം. അപ്പൊ കുറെ ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിനെ ആരോഹണ ക്രമത്തിലോ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിലോ ഒക്കെ എഴുതാൻ പറഞ്ഞ ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്, ആലോചിച്ച് വെച്ചു. നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാ. എല്ലാത്തിൻ്റെയും അംശത്തിൽ ഒരു 0 ഇട്ട് കൊടുക്കുക. ഇപ്പൊ 1/3 അംശത്തിൽ 0 ഇട്ടാ 10/3 ആയി. 5/7 അംശത്തിൽ 0 ഇട്ടാൽ 50/7 ആയി. 2/9 അംശത്തിൽ 0 ഇട്ടാൽ 20/9 ആയി. എന്നിട്ട് അവരെ ഡിവൈഡ് ചെയ്യുക. 10 എത്ര? 3. 10 3 3. ശിഷ്ടം ഉണ്ട്, 3 3 9 ശിഷ്ടം 1 ഉണ്ട്, ശിഷ്ടം വേണ്ട. ശിഷ്ടം ഇല്ലാത്ത രീതിയിൽ അവരെ ഹരിക്കുക. 50 എത്ര? 7. 50 7 7 7 7 49 ശിഷ്ടം 1 ഉണ്ട്, പക്ഷെ ശിഷ്ടം വേണ്ട. ശിഷ്ടം ഇല്ലാത്ത രീതിയിൽ ചെയ്യാം.
20 എത്ര 9? 2 9. 2 9 18 ആവുള്ളൂ. ശിഷ്ട 2 ഉണ്ട്, പക്ഷെ അത് വേണ്ട. ഇനി ഈ ഓർഡറിൽ എഴുതുക. ഏറ്റവും ചെറുത് 2 നേരെയുള്ള 2/9, പിന്നെ 3 നേരെയുള്ള 1/3, പിന്നെ 7 നേരെയുള്ള 5/7. ഇതാണ് അതിൻ്റെ ആരോഹണ ക്രമം. ഇതെവിടെയെങ്കിലും ഉണ്ടോ? ഓപ്ഷൻ എ തന്നെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരും. അപ്പൊ കുറെ ഭിന്നസംഖ്യകൾ തന്നാൽ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ ഒക്കെ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇങ്ങനെയാ. എല്ലാത്തിൻ്റെയും അംശത്തിൽ ഒരു 0 ഇട്ട് കൊടുക്കുക. ഇപ്പൊ 1/3, 10/3, 50/7, 20/9. എന്നിട്ട് ശിഷ്ടമില്ലാത്ത രീതിയിൽ ഹരിക്കുക. 10 എത്ര 3? 3 3. 50 എത്ര 7? 7 7. 20 എത്ര 9? 2 9. എന്നിട്ട് അതിന്റെ ഓർഡറിൽ എഴുതിയാൽ നിങ്ങൾക്ക് ആരോഹണക്രമം അവരോഹണക്രമം ഒക്കെ കിട്ടും. അപ്പൊ ചിലർക്ക് സംശയം വരും, സാർ ഇതിൽ 2 ഒരുപോലെ ആയാൽ എന്താ ചെയ്യുക? ഇപ്പൊ 2 2 ആണെങ്കിൽ നിങ്ങൾ അവിടെ വീണ്ടും എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നോക്കണം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തയിലേക്ക് പോവാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 2/3-നും 3/4-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏതാ? അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞ എങ്ങനെയാണ്? 2/3 എന്ന് പറയുന്ന ഭിന്നസംഖ്യയ്ക്കും 3/4 എന്ന് പറയുന്ന ഭിന്നസംഖ്യയ്ക്കും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏതാ? അപ്പൊ ആലോചിക്കുക. 2 ഭിന്നസംഖ്യകൾക്ക് ഇടയിലുള്ള ഭിന്നസംഖ്യ കാണാൻ ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട മെത്തേഡ് അംശവും കൂട്ടുക, ഛേദവും കൂട്ടുക. ഇവിടുത്തെ അംശവും കൂട്ടിയ എത്രയാ? 2ഉം 3ഉം കൂട്ടിയാൽ 5 ബൈ ഛേദവും കൂട്ട് 3ഉം 4ഉം കൂട്ടിയാൽ 7. അപ്പൊ 5/7 ഉറപ്പായിട്ടും ഇതിനിടയിലുള്ള ഭിന്നസംഖ്യ. അത് ഓപ്ഷനിലുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചിലായി. മിക്കവാറും കേസിൽ അത് ഓപ്ഷനിലുണ്ടാവും. 5/7 ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. ഒന്നും കൂടെ പറയാം. 2 ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിനിടയിലുള്ള ഭിന്നസംഖ്യ കാണാൻ ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് അംശവും കൂട്ടുക, ഛേദവും കൂട്ടുക. 2ഉം 3ഉം കൂട്ടിയ 5, 3ഉം 4ഉം കൂട്ടിയ 7. ഉറപ്പായിട്ടും ആ ഭിന്നസംഖ്യ അതിനിടയിലുള്ളതായിരിക്കും. മിക്കവാറും അത് ഓപ്ഷനിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഒന്നും കൂടെ ചോദ്യം, 1/2-നും 1/3-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏതാ? കണ്ടോക്കാം. 1/2-നും 1/3-നും ഇടയിലുള്ള ഭിന്നസംഖ്യ. 2 ഭിന്നസംഖ്യകൾക്ക് ഇടയിലുള്ള ഭിന്നസംഖ്യ കാണാൻ ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ അംശങ്ങളും കൂട്ടുക. 1 1 കൂട്ടിയ 2. ഛേദവും കൂട്ടുക. 2ഉം 3ഉം കൂട്ടിയ 5. 2/5 ഉറപ്പായിട്ടും അതിനിടയിലുള്ള ആളായിരിക്കും. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. അത് ഓപ്ഷനിലുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചിലായി. റെഡി, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കണം. റെഡി, അടുത്തതിലേക്ക് പോവാം. അടുത്തത് 2/5 + 1/4. 2 ഭിന്നസംഖ്യകൾ എങ്ങനെ ആഡ് ചെയ്യുക? പഠിച്ചോ. 2/5 എന്ന് പറയുന്ന ഭിന്നസംഖ്യയും 1/4 എന്ന് പറയുന്ന ഭിന്നസംഖ്യയും, 2 ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യാൻ നല്ലത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. എന്താ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്? ആദ്യം വലത്തോട്ട് ഗുണിക്കുക, പിന്നെ ഇടത്തോട്ട് ഗുണിക്കുക, പിന്നെ താഴോട്ട് ഗുണിക്കുക. ഈ ഡേഞ്ചറിന്റെ ചിഹ്നം ആലോചിച്ച് വെച്ചാൽ മതി. വലത്തോട്ട്, ഇടത്തോട്ട്, താഴോട്ട് ചെയ്ത് നോക്കാം. വലത്തോട്ട് ഗുണിക്കുമ്പോൾ എന്താ കിട്ടുക? 2 × 4 8, ചിഹ്നം പ്ലസ്. ഇടത്തോട്ട് ഗുണിക്കുമ്പോൾ 5 × 1 5 ബൈ താഴോട്ട് ഗുണിക്കുമ്പോൾ 5 × 4 20. 8ഉം 5ഉം കൂട്ടിയ 13/20. അതാണ് അവിടുത്തെ ഭിന്നസംഖ്യ കൂട്ടിയ കിട്ടുക. ഇനി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാ? കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതും ഇതേ മെത്തേഡ് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. സെയിം മെത്തേഡ് തന്നെയാണ് കുറയ്ക്കാൻ ഉപയോഗിക്കട്ടോ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അടുത്തതിലേക്ക് പോവാം. 1/8 + 1/16 + 1/32 വില കാണുക. എങ്ങനെയാ കാണുക? സിമ്പിളാ. ഇങ്ങനെ 2ൽ കൂടുതൽ ഭിന്നസംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനും വന്നാൽ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് നടക്കൂല. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് താഴെയുള്ള സംഖ്യകളുടെ LCM കാണുക. 8ന്റെയും 16ന്റെയും 32ന്റെയും LCM ആരാ? 8ന്റെയും 16ന്റെയും 32ന്റെയും LCM ആരാ? നോക്കാം. കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക 32. 32നെ ബാക്കിയുള്ളവരെ കൊണ്ടൊക്കെ ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 32 LCM. 32നെ 8 കൊണ്ട് ഹരിക്കാം, 32നെ 16 കൊണ്ട് ഹരിക്കാം. അപ്പൊ ഇവിടുത്തെ LCM 32. ഇനി നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരെയും 32 കൊണ്ട് ഗുണിക്കുക. 1/8 × 32 പ്ലസ് 1/16 × 32 പ്ലസ് 1/32 × 32 ഹോൾ ഡിവൈഡഡ് ബൈ ഒരു 32 ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെട്ട്. 32/8 എത്രയാ? 4. 32/16 2. 32/32 1. ഉത്തരം ഒരു 4 4 പ്ലസ് ഒരു 2 2 പ്ലസ് ഓരോന്ന് 1/32. 4 2 6 6 1 7 7/32 ആണ് ഉത്തരം കിട്ടുക. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ.
ചില ചോദിക്കും ബേസ് തുല്യമാക്കിയിട്ടും ചെയ്തൂടെ? ബേസ് തുല്യമാക്കിയിട്ടും ചെയ്യാം. അത് തന്നെയാണ് ഈ LCM മെത്തേഡ്. അതിൻ്റെ ഒരു ജനറലൈസേഷൻ ആണ് ഇവിടെ പറഞ്ഞതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ആലോചിക്കുക, ശ്രദ്ധിക്കുക. അടുത്ത് റൂട്ട് 1.44 1.44 വില കണ്ടെത്തുക. അതായത് ഡെസിമലിന്റെ റൂട്ട് കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ ഇപ്പൊ സാധാരണയായിട്ട് വരാറുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാനുള്ള എളുപ്പവഴി കണ്ടോ? റൂട്ട് 1.44 വില കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം പോയിന്റ് ഒഴിവാക്കി റൂട്ട് കാണുക. ഇവിടുത്തെ പോയിന്റ് ഒഴിവാക്കിയ 144 കിട്ടുക. 144 റൂട്ട് എത്രയാ? 12. ഇനി പോയിന്റ് ഇട്ട് കൊടുക്കുക. എങ്ങനെ പോയിന്റ് ഇട്ട് കൊടുക്കുക എന്നറിയോ? റൂട്ടിന്റെ ഉള്ളിൽ എത്ര പോയിന്റ് ഉണ്ട് നോക്കുക. 2 സ്ഥാനം കഴിഞ്ഞിട്ടാ റൂട്ടിന്റെ ഉള്ളിൽ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ പകുതി സ്ഥാനം പോയിന്റ് ഇട്ട് കൊടുക്കുക. 2ന്റെ പകുതി 1. അപ്പൊ ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടാ ഉത്തരം 1.2 ഓപ്ഷൻ ഡി. റെഡിയല്ലേ? ഒന്നുകൂടെ പറയാം. 1.44 റൂട്ട് കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. റൂട്ട് 1.44 പഠിച്ചോ. പോയിന്റ് വരുന്ന സംഖ്യകളുടെ റൂട്ട് കാണാൻ ആദ്യം പോയിന്റ് ഒഴിവാക്കി റൂട്ട് കാണാം. പോയിന്റ് ഒഴിവാക്കിയ 144. 144 റൂട്ട് 12. ഇനി എങ്ങനെയാ പോയിന്റ് ഇടുക? എടാ റൂട്ടിന്റെ ഉള്ളിൽ 2 സ്ഥാനം കഴിഞ്ഞിട്ടാ പോയിന്റ്. അപ്പൊ പുറത്തേക്ക് എത്തുമ്പോൾ അതിന്റെ പകുതി സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടാൽ മതി. 2ന്റെ പകുതി 1. അപ്പൊ ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. 1.2. ഒന്നുകൂടെ റൂട്ട് 0.0081 വില കാണണം. കണ്ടോക്കാം. 0.0081 റൂട്ട്. ആദ്യം നമ്മൾ പോയിന്റ് ഒഴിവാക്കി റൂട്ട് കാണുക. ഇവിടുത്തെ പോയിന്റ് ഒഴിവാക്കിയ 0.0081 കിട്ടുക. അതായത് 81. 81ന്റെ റൂട്ട് എത്രയാ? 9. ഇനി പോയിന്റ് ഇടണം. നോക്ക്, റൂട്ടിന്റെ ഉള്ളിൽ 4 സ്ഥാനം പോയിന്റാ. അപ്പൊ പുറത്തേക്ക് എത്തുമ്പോൾ അതിന്റെ പകുതി 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടണം. 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുമ്പോൾ എത്രയാ കിട്ടുക? 0.09 എന്നാ കിട്ടുക. 0.09 ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഒന്നുകൂടെ 684 സ്ക്വയർ 46,007 അല്ലെങ്കിൽ 4,67,854 ആണെങ്കിൽ നമ്മളോട് കാണാൻ പറഞ്ഞത് റൂട്ട് 46.7854 റൂട്ട് കാണണം. എങ്ങനെയാ? ആദ്യം പോയിന്റ് ഒഴിവാക്കി റൂട്ട് കാണുക. 4,67,854. അതിന്റെ റൂട്ട് എത്രയാ? അതിന്റെ റൂട്ട് 684 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 684 ആണ് അതിന്റെ റൂട്ട് കിട്ടുക. ഇനി എങ്ങനെയാ പോയിന്റ് ഇടുക? നോക്കാം. റൂട്ടിന്റെ ഉള്ളിൽ എത്ര സ്ഥാനം പോയിന്റ് ആണെന്ന് ആദ്യം നോക്കുക. റൂട്ടിന്റെ ഉള്ളിൽ 4 സ്ഥാനം പോയിന്റ്. അപ്പൊ പുറത്തേക്ക് എത്തുമ്പോൾ അതിന്റെ പകുതി 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് 6.84 ഉത്തരം കിട്ടുക. സെറ്റ് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും പലരും ചോദിക്കും, സാറേ റൂട്ടിന്റെ ഉള്ളിൽ ഓഡ് നമ്പർ ആണെങ്കിലോ? ഇപ്പൊ റൂട്ടിന്റെ ഉള്ളിൽ 3 പോയിന്റ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് എത്തുമ്പോൾ അതിന്റെ പകുതി 1.5 സ്ഥാനം പോയിന്റ് എങ്ങനെ ഇടുക? അങ്ങനെയുള്ളതിന് കറക്റ്റ് റൂട്ട് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയല്ലേ. റൂട്ടിന്റെ ഉള്ളിൽ ഓഡ് നമ്പർ ആണെങ്കിൽ ഇപ്പൊ 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ആണെങ്കിൽ അതിന്റെ പകുതി 1.5 സ്ഥാനം ഇടാൻ നമ്മളെ കൊണ്ട് കഴിയൂലല്ലോ പോയിന്റ്. അപ്പൊ അങ്ങനെയുള്ളതിന് കറക്റ്റ് റൂട്ട് ഉണ്ടാവില്ല. അങ്ങനെയുള്ളത് നിങ്ങളോട് കറക്റ്റ് ആയിട്ട് ചോദിക്കുകയല്ല. ഓക്കെ, റെഡി? മുമ്പോട്ട്. അടുത്തത് പോയിന്റ് വരുന്ന സംഖ്യകൾ എങ്ങനെയാ ഗുണിക്കുക? ആലോചിച്ച് വെച്ചു. പോയിന്റ് വരുന്ന സംഖ്യകൾ ഗുണിക്കാൻ 0.04 ഗുണിക്കണം 0.9 പോയിന്റ് വരുന്ന സംഖ്യകൾ ഗുണിക്കാൻ ചെയ്യുക. ആദ്യം പോയിന്റ് ഒഴിവാക്കി ഗുണിക്കുക. പോയിന്റ് ഒഴിവാക്കിയ 4 ഗുണിക്കണം 9. 4 ഗുണിക്കണം 9 എത്രയാ? 36. ഇനി പോയിന്റ് ഇടുക. എങ്ങനെയാ പോയിന്റ് ഇടുക? ഇവിടെ എത്ര സ്ഥാനം പോയിന്റ് ഉണ്ട് നോക്കുക. 2. ഇവിടെ എത്ര സ്ഥാനം പോയിന്റാ? 1 സ്ഥാനം. അപ്പൊ ടോട്ടൽ 2 1 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടണം. അപ്പൊ ഉത്തരം കിട്ടുക 0.036 എന്ന് കിട്ടുന്നു. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഒന്നും കൂടെ വരാം. പോയിന്റ് വരുന്ന സംഖ്യകൾ ഗുണിക്കാൻ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് പോയിന്റ് ഒഴിവാക്കി ഗുണിക്കുക, അവസാനം പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ 0.04 ഗുണിക്കണം 0.9. പോയിന്റ് ഒഴിവാക്കിയ 4 × 9 കിട്ടും. 4 9 എത്രയാ? 36. ഇനി പോയിന്റ് ഇടണം. എങ്ങനെയാ? ഇവിടെ 2 സ്ഥാനം കഴിഞ്ഞിട്ടാ പോയിന്റ്. ഇവിടെ 1 സ്ഥാനം കഴിഞ്ഞിട്ടാ പോയിന്റ്. അപ്പൊ ടോട്ടൽ 2 1 3 സ്ഥാനം കഴിഞ്ഞിട്ടാ പോയിന്റ്. 0.036 ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. ഒന്നുകൂടെ ചെയ്യാം. 0.02 ഇൻറ്റു 0.4 ഇൻറ്റു 0.1 എങ്ങനെ ഗുണിക്കും? പോയിന്റ് ഒഴിവാക്കി ഗുണിക്കുക. പോയിന്റ് ഒഴിവാക്കിയ 2 ഗുണിക്കണം 4 ഗുണിക്കണം 1. 2 4 8 ആണ്. 8 × 1 8 തന്നെ. ഇനി പോയിന്റ് ഇടണം. ഇവിടെ പോയിന്റ് എത്രയാ? 2 സ്ഥാനം. ഇവിടെ പോയിന്റ് 1 സ്ഥാനം. ഇവിടെ പോയിന്റ് 1 സ്ഥാനം. അപ്പൊ ടോട്ടൽ പോയിന്റ് 4 സ്ഥാനം. 4 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടാൽ ഉത്തരം കിട്ടുന്നത് 0.0008. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി അല്ലേ? അടുത്ത ചോദ്യം.
5.4 ഇൻറ്റു 0.24 ഇൻറ്റു 3.5/0.14 ഇൻറ്റു 0.4 ഇൻറ്റു 1.8 എങ്ങനെ ഗുണിക്കാം? സിമ്പിളാ. ആദ്യം നിങ്ങൾ ഇവരുടെ പോയിന്റ് ഒഴിവാക്കി ഗുണിക്കുക. അപ്പോൾ ചോദ്യം ഞാൻ ഇങ്ങോട്ട് എഴുതാം. 5.4 ഇൻറ്റു 0.24 ഇൻറ്റു 3.5 ഡിവൈഡഡ് ബൈ 0.14 ഇൻറ്റു 0.4 ഇൻറ്റു 1.8. പോയിന്റ് ഒഴിവാക്കി ഗുണിച്ചാൽ പോയിന്റ് ഒഴിവാക്കിയ മുകളിൽ 54 ഇൻറ്റു 24 ഇൻറ്റു 35 ബൈ 14 ഇൻറ്റു 4 ഇൻറ്റു 18 കിട്ടുന്നു. എന്നിട്ട് ഇവരൊന്ന് ചെറുതാക്കാദ്യം. എങ്ങനെ ചെറുതാക്കുക? പറ്റാവുന്നത്ര സ്പീഡിൽ ചെറുതാക്കുക. 4 ഒരു 4, 24 6 4, 18 ഒരു 18, 54 3 18 അല്ലേ? ഇനി ആരാ വെട്ടാനുള്ളത് നോക്കാം. 14 35 കോമൺ ആയിട്ട് 7 ഉണ്ട്. 14 2 7, 35 എത്ര 7? 35 5 7, 2 ഒരു 2, 6 3 2. അപ്പോൾ ഉത്തരം 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 5 എത്രയാ? 45. ഇനി പോയിന്റ് ഇടണം. എങ്ങനെയാണെന്നറിയോ? ശ്രദ്ധിച്ചോ. മുകളിൽ എത്ര സ്ഥാനം പോയിന്റ് ഉണ്ട് നോക്കുക. 1 2 3 4, മുകളിൽ 4 സ്ഥാനം പോയിന്റ്. താഴെയോ 2 3 4, താഴെയും 4 സ്ഥാനം പോയിന്റ്. മുകളിലും താഴെയും പോയിന്റുകളുടെ എണ്ണം സെയിം ആണെങ്കിൽ ഇത് തന്നെയാണ് ഉത്തരം. ഇനി ഒന്നും ചെയ്യേണ്ട. ഓപ്ഷൻ ബി 45 ഉത്തരം കിട്ടും. ഒന്നും കൂടെ കാണിക്കും. ഒന്നും കൂടെ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പോയിന്റ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം? ഇവർ ഗുണിക്കണം. പോയിന്റ് ഒഴിവാക്കിയാൽ 54 ഗുണിക്കണം 24 ഗുണിക്കണം 35 ഹോൾ ഡിവൈഡഡ് ബൈ 14 ഗുണിക്കണം 4 ഗുണിക്കണം 18. ചെറുതാക്കാം. എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് വെച്ചിട്ട് ചെറുതാക്കാം. 4 ഒരു 4 ആണ്. 24 6 4. ഇനി വേണമെങ്കിൽ വീണ്ടും ചെറുതാക്കാം. 18 ഒരു 18 ആണ്. 54 3 18. 14 2 7 ആണ്. 35 5 7, 2 ഒരു 2 ആണ്. 6 3 2, 3 3 9, 9 5 45 ഉത്തരം കിട്ടും. ഇനി പോയിന്റ് നോക്കണം. മുകളിൽ 4 സ്ഥാനം പോയിന്റ്, താഴെയും 4 സ്ഥാനം പോയിന്റ്. മുകളിലും താഴെയും പോയിന്റുകളുടെ എണ്ണം സെയിം ആണെങ്കിൽ അത് തന്നെയാണ് ഉത്തരം വരിക. വേറെ ഒന്നും ചെയ്യണ്ട. 45 ഉത്തരം. ഇനി അങ്ങനെ അല്ലാത്ത വരുമ്പോഴോ ഞാൻ കാണിച്ചു തരാം. ചോദ്യം ഇങ്ങനെയാണ്. 0.12 ഇൻറ്റു 0.4 ഇൻറ്റു 0.6 ഡിവൈഡഡ് ബൈ 0.3 ഇൻറ്റു 0.2 ഇൻറ്റു 0.4. ആദ്യം നമ്മൾ പോയിന്റ് ഒഴിവാക്കി ഗുണിക്കുക. പോയിന്റ് ഒഴിവാക്കിയ 12 ഗുണിക്കണം 4 ഗുണിക്കണം 6 മുകളിൽ, താഴെ 3 ഗുണിക്കണം 2 ഗുണിക്കണം 4 താഴെ, 4 4 വെട്ടി. 3 ഒരു 3, 6 2 3, 2 2 വെട്ടി. ഉത്തരം കിട്ടുന്നു 12. ഇനി പോയിന്റ് ഇടണം. എങ്ങനെയാന്ന് നോക്കാം. മുകളിൽ എത്ര പോയിന്റ്? 2 1 3 3 1 4 സ്ഥാനം പോയിന്റ് മുകളിൽ. താഴെയോ 1 2 3 3 സ്ഥാനം പോയിന്റ് താഴെ. അപ്പൊ മുകളിൽ പോയിന്റുകളുടെ എണ്ണം കൂടുതലും താഴെ പോയിന്റുകളുടെ എണ്ണം കുറവാണെങ്കിൽ നമ്മൾ ഇവരുടെ വ്യത്യാസം കാണുക. 4 3 പോയാൽ 1. അപ്പൊ ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടാൽ മതി. 1.2 is the right answer. ഓപ്ഷൻ സി. അതാണ് മെത്തേഡ്. ഒന്നും കൂടെ ചെയ്തു നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്. അത്യാവശ്യം പൂജ്യങ്ങൾ അതിലുണ്ട്. ചെയ്തു നോക്കാം. ആദ്യം പോയിന്റ് ഒഴിവാക്കി ഗുണിക്കുക. പോയിന്റ് ഒഴിവാക്കിയ 36 ഇൻറ്റു 64 ബൈ 6 ഇൻറ്റു 8 ചെയ്യാണേ. 6 ഒരു 6, 36 6 6, 8 ഒരു 8, 64 8 8. അപ്പൊ ഉത്തരം 6 8 48. ഇനി പോയിന്റ് ഇടണം. എങ്ങനെയാ നോക്കാം. ഇവിടെ എത്ര സ്ഥാനം പോയിന്റാ നോക്കാം. ഇവിടെ എത്ര സ്ഥാനം പോയിന്റാ വരുന്നത്? 1 2 3 4 5 സ്ഥാനം പോയിന്റ് ഇവിടെ. 6 7 8 9 10 11 സ്ഥാനം പോയിന്റ് മുകളിൽ. താഴെയോ 1 2 3 4 5 6 7 8 9 10 11 12 12 സ്ഥാനം പോയിന്റ് താഴെ. അപ്പൊ താഴെ പോയിന്റുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ നമ്മൾ അവരുടെ വ്യത്യാസം കാണുക. 12 11 പോയാൽ 1, എന്നിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പൊ ഉത്തരം എത്രയാ? 480. ഇതാണ് പരിപാടി. അങ്ങനത്തെ ആൻസർ ഉണ്ടോ? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ മുകളിലും താഴെയും സെയിം സ്ഥാനം പോയിന്റ് ആണെങ്കിൽ അത് തന്നെ ഉത്തരം. മുകളിൽ പോയിന്റുകളുടെ എണ്ണം കൂടുതലും താഴെ പോയിന്റുകളുടെ എണ്ണം കുറവാണെങ്കിൽ അവരുടെ വ്യത്യാസം കാണുക. അത്രയും പോയിന്റ് ഇട്ട് കൊടുക്കുക. മുകളിൽ പോയിന്റുകളുടെ എണ്ണം കുറവും താഴെ പോയിന്റുകളുടെ എണ്ണം കൂടുതലും ആണെങ്കിൽ അവരുടെ വ്യത്യാസം കാണുക. അത്രയും 0 ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ 10 കൊണ്ടോ 100 കൊണ്ടൊക്കെ ഗുണിക്കാമെന്നും പറയാം. ഇതാണ് സാധനം. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറ്. അടുത്ത ചോദ്യം. ഒരു വാച്ച് 10% നഷ്ടത്തിൽ 540 രൂപയ്ക്ക് വിറ്റാൽ വാങ്ങിയ വില എത്ര? 10% നഷ്ടത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ എപ്പോഴും വാങ്ങിയ വില നമ്മൾ 100% ആയിട്ട് എടുക്കുക.
എല്ലാ കേസിലും ഈ ലാഭവും നഷ്ടത്തിന്റെ കേസിലൊക്കെ നമ്മൾ ചെയ്യാറുള്ളത് വാങ്ങിയ വിലയെ എപ്പോഴും 100% നമ്മൾ എടുക്കും. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞു ഒരു വാച്ച് 10% നഷ്ടത്തിൽ 540 രൂപയ്ക്ക് വിറ്റു. അപ്പം വിറ്റ നഷ്ടം എന്ന് പറഞ്ഞാൽ എത്രയാന്നുള്ള ആലോചിക്കുക. 100% ഒറിജിനൽ വില. അത് 10% നഷ്ടത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ 90%. ആ 90% 540. എന്നാൽ വാങ്ങിയ വില എത്രയാന്ന് ചോദിച്ചാൽ അതാണ് മുഴുവൻ വില. 100% എത്രയാന്ന് കണ്ടാൽ മതി. അപ്പൊ 90% 540 ആണെങ്കിൽ 100% എത്ര? ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്താൽ മതി. വലത്തോട്ടും ഇടത്തോട്ടും ഗുണിക്കുക. വലത്തോട്ട് ഗുണിച്ചാൽ 100 × 540 ബൈ ഇടത്തോട്ട് ഗുണിച്ചാൽ 90 ചെയ്യാണേ, ശ്രദ്ധിച്ചോ. 0 വെട്ടി 9 ൽ 1 9, 54 എത്ര 9? 6 9. അപ്പൊ ഉത്തരം 100 × 6 വാങ്ങിയ വില 600. ഓപ്ഷൻ ബി. സെറ്റല്ലേ? ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ കാണിക്കാം, ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഒരു വാച്ച് 10% നഷ്ടത്തിൽ 540 രൂപയ്ക്ക് വിറ്റാൽ വാങ്ങിയ വില എത്ര? അപ്പൊ 100% വാച്ചിന്റെ ഒറിജിനൽ വില. അത് 10% നഷ്ടത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ 90%-ന് വിറ്റു. അപ്പൊ ആ 90% 540 രൂപ. എന്നാൽ വാങ്ങിയ വില എത്രയാന്ന് ചോദിച്ചാൽ 100% എത്രയാന്നാണ് കാണേണ്ടത്. അതാണ് വാങ്ങിയ വില. കാണാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 100 × 540 ഹരിക്കണം 90 കിട്ടുന്നു. 0 1 വെട്ടി 9 ൽ 1 9, 54 6 9, 6 × 100 600 ഒറിജിനൽ വില. വാങ്ങിയ വില 100% ബിൽ. സെറ്റ്. അടുത്ത ചോദ്യം. സോനു ഒരു സൈക്കിൾ 1500 രൂപയ്ക്ക് വാങ്ങി. 15% ലാഭത്തിൽ സൈക്കിൾ ഹരിക്ക് വിറ്റു. എന്നാൽ വിറ്റ വില എത്ര? അപ്പൊ വാങ്ങിയ വില 1500. വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 100%. അപ്പൊ 100%, അതായത് വാങ്ങിയ വില കറക്റ്റ് പ്രൈസ് 1500. 15% ലാഭത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ 115%-ത്തിലാണ് വിറ്റത്. അപ്പൊ 115% എത്രയാന്ന് കണ്ടാ വിറ്റ വില കിട്ടും. സൈക്കിൾ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 100% വാങ്ങിയ വില, അത് 1500. 15% ലാഭത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ 115%-ത്തിന് വിറ്റു. അപ്പൊ അത് എത്രയാന്ന് കണ്ടെത്തണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാ? വലത്തോട്ട് ഗുണിക്കുന്നു. 115 × 1500 ഹരിക്കണം 100 എന്നാണ് ഉത്തരം കിട്ടുക. 0 2 വെട്ടി ഉത്തരം കിട്ടുക 115 ഗുണിക്കണം 15 ചെയ്താൽ മതി. 1725 ഉത്തരം കിട്ടുക. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 1725. സെറ്റ്. ക്ലിയർ അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ചോദ്യം. അടുത്തത്. 120 km/മണിക്കൂർ വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? സിമ്പിൾ ആയിട്ട് ലോജിക്കലായിട്ട് ചെയ്യുക. എങ്ങനെയാ ലോജിക്കലായിട്ട് ചെയ്യുക? 120 km/മണിക്കൂർ വേഗത എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് ആ വാഹനം 120 കിലോമീറ്റർ സഞ്ചരിക്കുന്ന. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? അപ്പൊ 60 മിനിറ്റ് കൊണ്ട് ആ വണ്ടി 120 കിലോമീറ്റർ സഞ്ചരിക്കും. എങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ആ വണ്ടി എത്ര ദൂരം സഞ്ചരിക്കും എന്ന് കാണാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 120 / 60. 0 വെട്ടി 12/6 2 കിലോമീറ്റർ ആണ് 1 മിനിറ്റ് കൊണ്ട് ആ വണ്ടി സഞ്ചരിക്കുന്ന ദൂരം. ഒന്നും കൂടെ പറയാം. ചോദ്യത്തിൽ പറഞ്ഞ എന്താ? വണ്ടിയുടെ വേഗത 120 km/മണിക്കൂർ. അതായത് 1 മണിക്കൂറിൽ 120 കിലോമീറ്റർ ആ വണ്ടി സഞ്ചരിക്കുമെന്നാണ് പറഞ്ഞത്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? അപ്പൊ 60 മിനിറ്റിൽ ആ വണ്ടി സഞ്ചരിക്കുന്ന ദൂരം 120 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ ഈ വണ്ടി എത്ര ദൂരം സഞ്ചരിക്കുമെന്നാ ചോദിച്ചത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതേ മെത്തേഡ്. 1 × 120 / 60. 0 വെട്ടി 12/6 2. 1 × 2 2 കിലോമീറ്റർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഒരു കാറിന്റെ ശരാശരി വേഗത മണിക്കൂറിൽ 54 കിലോമീറ്ററാണ്. എങ്കിൽ ആ കാർ 2 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര? അപ്പൊ തുടങ്ങാം. ആ കാറിന്റെ വേഗത തന്നിട്ടുണ്ട് മണിക്കൂറിൽ 54 കിലോമീറ്റർ. അതായത് ആ കാറിന്റെ വേഗത 54 km/h എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ ആ കാറ് 54 കിലോമീറ്റർ സഞ്ചരിക്കും. ഈ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? അപ്പൊ 60 മിനിറ്റ് കൊണ്ട് ആ കാറ് സഞ്ചരിക്കുന്ന ദൂരം 54 കിലോമീറ്റർ. എങ്കിൽ 2 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഈ 2 മണിക്കൂർ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര മിനിറ്റ്? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അപ്പൊ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2 60 120 മിനിറ്റ്. അപ്പൊ 2 മണിക്കൂർ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 120 ഉം 10 ഉം 130 മിനിറ്റ്.
അപ്പൊ 60 മിനിറ്റ് കൊണ്ട് 54 കിലോമീറ്റർ ആണെങ്കിൽ 130 മിനിറ്റ് കൊണ്ട് എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നു നോക്കണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 130 × 54 ഹരിക്കണം 60. 0 വെട്ടി. 6 1 6, 54 9 6. 13 × 9 എത്രയാ? 19 90. 3 27. 90 27 117 കിലോമീറ്റർ സഞ്ചരിക്കും. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഒന്നുകൂടെ പറയാം. ചോദ്യം കറക്റ്റ് അതിന്റെ ലോജിക്കലി മനസ്സിലാക്കിയാൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഒന്നുകൂടെ പറയാം. ഒരു കാറിന്റെ വേഗത 54 km/മണിക്കൂറാണ്. അതായത് 1 മണിക്കൂറിൽ ആ കാറ് 54 കിലോമീറ്റർ സഞ്ചരിക്കുന്ന പറയുന്നത്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അപ്പൊ 60 മിനിറ്റിൽ ആ കാറ് സഞ്ചരിക്കുന്നത് 54 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ ആ കാറ് 2 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എന്താ? 1 മണിക്കൂർ കൊണ്ട് 60 കിലോമീറ്റർ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അപ്പോൾ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 120 മിനിറ്റ്. 2 മണിക്കൂർ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 130 മിനിറ്റ്. അപ്പോൾ 2 മണിക്കൂർ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 130 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 130 × 54/60. 0 വെട്ടുന്നു. 6 1 6, 54 9 6. 13 × 9 117 എന്ന് കിട്ടുന്നു. ഉത്തരം കിട്ടുന്നു ഓപ്ഷൻ എ 117. സെറ്റ്. അടുത്ത ചോദ്യം. ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 km/മണിക്കൂർ വേഗതയിലും അടുത്ത 120 കിലോമീറ്റർ ദൂരം ശരാശരി 20 km/മണിക്കൂർ വേഗത്തിലുമാണ് പോയതെങ്കിൽ മുഴുവൻ യാത്രയിലെ ശരാശരി വേഗത എത്രയാ? ചെയ്തു നോക്കാം. ശ്രദ്ധിച്ചോ, സിമ്പിളാ, കുഴപ്പമൊന്നുമില്ല. ചോദ്യത്തിൽ പറഞ്ഞ എന്താ? ഒരു വാഹനം തൻ്റെ യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ സഞ്ചരിച്ച സ്പീഡ് 30 km/h. അടുത്ത 120 കിലോമീറ്റർ സഞ്ചരിച്ച സ്പീഡ് 20 km/h. എങ്ങനെയെങ്കിൽ മുഴുവൻ യാത്രയിലെയും ശരാശരി വേഗത, ആവറേജ് സ്പീഡ് കാണുക, അല്ലെങ്കിൽ ശരാശരി വേഗത കാണുക. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ശരിക്കും ശ്രദ്ധിക്കുക. സഞ്ചരിച്ച ദൂരം തുല്യമാണെങ്കിൽ ശരാശരി വേഗത കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഒരിക്കലും ശരാശരി വേഗത കാണാൻ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കരുത്? 30ഉം 20ഉം കൂട്ടിയിട്ട് പകുതി എടുത്ത് എഴുതി വെക്കരുത്. 30 + 20/2, 30 20 50/2, 50/2 25 ശരാശരി വേഗത. ഓപ്ഷൻ സി എന്ന് എഴുതിയിട്ട് നെഗറ്റീവ് വാങ്ങരുത്. ശരാശരി വേഗത കാണാൻ തന്നിട്ടുള്ള വേഗതകളുടെ ശരാശരി എടുക്കുക. അതല്ല മെത്തേഡ്. അങ്ങനെയല്ല ശരാശരി വേഗത കാണുക. അപ്പൊ തുടങ്ങാം. ഒരു വാഹനം ആദ്യത്തെ 120 കിലോമീറ്റർ 30 km/h സ്പീഡിലും അടുത്ത 120 കിലോമീറ്റർ 20 km/h സ്പീഡിലും സഞ്ചരിച്ചുവെങ്കിൽ ആ കാറിന്റെ ശരാശരി വേഗത എത്ര? ശരാശരി വേഗത കാണാനുള്ള മെത്തേഡ് ആലോചിക്കുക. സഞ്ചരിച്ച ദൂരം തുല്യമാണെങ്കിൽ ശരാശരി വേഗത കാണാനുള്ള ഇക്വേഷൻ 2ab/a + b. ഇവിടെ സഞ്ചരിച്ച ദൂരം തുല്യമാണോ? ആദ്യവും 120, അടുത്തവും 120. സഞ്ചരിച്ച ദൂരം തുല്യമാണെങ്കിൽ ശരാശരി വേഗത കാണാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് 2ab/a + b എന്ന് പറയുന്ന ഇക്വേഷൻ. എന്താ എയും ബിയും? എയും ബിയും എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ 2 സ്പീഡുകളാണ് 30 20. അപ്പൊ തുടങ്ങാം. 2 × a 30, b 20/a + b 30 20 കൂട്ടിയ 50. വെട്ടാം. 0 വെട്ടി. 5 1 5, 20 4 5. 4 2 8, 8 3 24. 24 km/h. ഇതാണ് ആവറേജ് സ്പീഡ്. ഓപ്ഷൻ ബി. ഐഡിയ കിട്ടിയോ? ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. റെഡി ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റെഡി, മുമ്പോട്ട് പോവാം. 24 കിലോമീറ്റർ ആണ് വേഗത കിട്ടുക. അടുത്തത്. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയിൽ തിരിച്ചും സഞ്ചരിക്കുന്ന തീവണ്ടിയുടെ ശരാശരി വേഗത എന്താ? അപ്പോൾ ഒരു തീവണ്ടി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്കും വരികയാണ്. 90 km/h സ്പീഡിലാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സ്പീഡ് 90 km/h. തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് വരുന്ന സ്പീഡ് 110 km/h. നമ്മളോട് ചോദിച്ചത് ഈ തീവണ്ടിയുടെ ശരാശരി വേഗത കാണാനാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ സഞ്ചരിച്ച ദൂരം തുല്യമാണോ? ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക്.
കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ദൂരം തന്നെയല്ലേ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക അറിഞ്ഞാൽ സഞ്ചരിച്ച ദൂരം തുല്യ. ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്ന് ബിയിലേക്ക് പോയിട്ട് തിരിച്ച് ബി എയിലേക്ക് വരിക, വീട്ടിൽ നിന്ന് കടയിലേക്ക് പോയിട്ട് തിരിച്ച് കടയിൽ നിന്ന് വീട്ടിലേക്ക് വരിക. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന ദൂരം തുല്യ. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള അതേ ദൂരം തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്കുള്ള ദൂരവും. അപ്പൊ സഞ്ചരിച്ച ദൂരം തുല്യമാണെങ്കിൽ ശരാശരി വേഗത കാണാനുള്ള ഇക്വേഷൻ 2ab/a+b. എയും ബിയും അവിടുത്തെ രണ്ട് സ്പീഡുകളാണ്. അപ്പൊ 2 × a എന്ന് പറഞ്ഞ ഒന്നാമത്തെ സ്പീഡ് 90, ബി എന്ന് പറഞ്ഞ രണ്ടാമത്തെ സ്പീഡ് 110, a+b എന്ന് പറഞ്ഞാൽ 90 110 കൂട്ടിയ 200. 2 പൂജ്യങ്ങൾ ഇവിടെ വെട്ടും, 2 2 വെട്ടും. 9 × 11 99 ആണ് ഉത്തരം, ഓപ്ഷൻ എ. ഇതാണ് സാധനം. ഇങ്ങനെയുള്ളതാണ് അവിടുന്ന് വരുന്ന ചോദ്യങ്ങൾ. അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് നോക്കാം. റാങ്കിങ്ങിലെ ചോദ്യം. ഒരു വരിയിൽ അഞ്ജുവിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 11-മതും പിറകിൽ നിന്ന് 7-മതുമാണെങ്കിൽ വരിയിൽ ആകെ എത്ര ആളുണ്ട്? ഇങ്ങനെ ഒരു വരിയിൽ മുന്നിൽ നിന്നുള്ള റാങ്കും പിന്നിൽ നിന്നുള്ള റാങ്കും തന്നിട്ട് ആകെ ആളുകളുടെ എണ്ണം കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ മുന്നിൽ നിന്നുള്ള റാങ്കും പിന്നിൽ നിന്നുള്ള റാങ്കും കൂട്ടിയിട്ട് അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒരു വരിയിൽ അഞ്ജുവിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 11-മതും പിന്നിൽ നിന്ന് 7-മതുമാണെങ്കിൽ വരിയിൽ എത്ര ആളുകളുണ്ട്? ഇത് മനസ്സിലാക്കണം. ഒരു വരിയിലുള്ള ആകെ ആളുകളുടെ എണ്ണം കാണാൻ മുന്നിൽ നിന്നുള്ള റാങ്കും പിന്നിൽ നിന്നുള്ള റാങ്കും കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. ഇവിടെ അഞ്ജുവിന്റെ മുന്നിൽ നിന്നുള്ള റാങ്ക് 11-മതാണ്, പിന്നിൽ നിന്നുള്ള റാങ്ക് 7-ആണ്. അതിൽ നിന്ന് 1 കുറയ്ക്കുക. 11 7 കൂട്ടിയാൽ 18-ആണ്. 18 1 കുറച്ചാൽ എത്രയാ? 17-ആണ്. അപ്പൊ ആ വരിയിൽ 17 ആളുകളാണ് ഉണ്ടാവുക. സെറ്റ്. ഒന്നും കൂടെ. രാമൻ ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 9-മനും പിന്നിൽ നിന്ന് 15-മനുമാണെങ്കിൽ ക്യൂവിൽ എത്ര പേരുണ്ട്? ക്യൂവിലെ ആകെ ആളുകളുടെ എണ്ണം കാണാൻ മുന്നിൽ നിന്നുള്ള റാങ്കും പിന്നിൽ നിന്നുള്ള റാങ്കും കൂട്ടിയിട്ട് അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. മുന്നിൽ നിന്നുള്ള റാങ്ക് എത്രയാ? 9. പിന്നിൽ നിന്നുള്ള റാങ്ക് 15. അതിൽ നിന്ന് 1 കുറയ്ക്കുക. 15 9 കൂട്ടിയാൽ എത്രയാ? 15 9 കൂട്ടിയാൽ 24 കിട്ടുന്നു. 24 1 പോയാൽ 23. അപ്പൊ ആ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 23. സെറ്റ്. അടുത്ത ചോദ്യം. ഹരിക്കണം എന്നാൽ ഗുണിക്കണം, മൈനസ് എന്നാൽ പ്ലസ്, പ്ലസ് എന്നാൽ മൈനസ്, ഗുണിക്കണം എന്നാൽ ഹരിക്കണമാണെങ്കിൽ 4 ഹരിക്കണം 3 മൈനസ് 2 പ്ലസ് 6 × 3ന്റെ വില എന്താ? ബോർഡ് മാസ് റൂൾ യൂസ് ചെയ്യുന്ന റൂളാണ്. അതിനാദ്യം ചിഹ്നങ്ങളൊന്ന് മാറ്റി എഴുതണം. തുടങ്ങാം. 4 കഴിഞ്ഞിട്ട് അവിടെ ഉള്ളത് ഹരിക്കണം എന്നാണ്. പക്ഷെ ഹരിക്കണത്തിന്റെ ചിഹ്നം മാറ്റി കൊടുക്കണം. ഹരിക്കണം എന്ന് പറഞ്ഞാൽ ഗുണിക്കണം. അപ്പൊ 4 ഹരിക്കണത്തിന് പകരം 4 ഗുണിക്കണം കൊടുത്തു. പിന്നെ 3. അത് കഴിഞ്ഞിട്ട് മൈനസ് ആണ്. മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ്സാ. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് പ്ലസ്സാ. പിന്നെ ഒരു ആരുണ്ട്? 2 ഉണ്ട്. 2 കഴിഞ്ഞാൽ പിന്നുള്ളത് വീണ്ടും പ്ലസ്സാ. പ്ലസ്സിന് പകരം നമ്മൾ കൊടുക്കേണ്ടത് മൈനസ് ആണ്. അപ്പൊ അവിടെ കൊടുക്കേണ്ടത് മൈനസ് ആണ്. എന്നിട്ട് പിന്നെന്താ? 6. 6 കഴിഞ്ഞാൽ പിന്നെ ഗുണിക്കണമാണ്. ഗുണിക്കണത്തിന് പകരം നമ്മൾ കൊടുക്കേണ്ടത് ഹരിക്കണമാണ്. അപ്പൊ ഇവിടെ കൊടുക്കേണ്ടത് ഹരിക്കണം 3. അപ്പൊ ചിഹ്നം ആദ്യം തന്നെ കറക്റ്റ് ആയിട്ട് നമ്മൾ മാറ്റി അല്ലേ? ചിഹ്നം മാറ്റിയൊക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. തുടങ്ങാം. ശ്രദ്ധിച്ചോ. എന്താ ചിഹ്നം പറഞ്ഞ്? ഹരിക്കണം അതിന് പകരം ഗുണിക്കണം, മൈനസ് അതിന് പകരം പ്ലസ്, പ്ലസ് അതിന് പകരം മൈനസ്, ഗുണിക്കണത്തിന് പകരം ഹരിക്കണം. ഇനി നമുക്ക് ബോർഡ് മാസ് റൂൾ യൂസ് ചെയ്യാം. എന്താ ബോർഡ് മാസ് റൂള്? കുറേ ചിഹ്നങ്ങൾ പ്ലസും മൈനസും ഗുണിക്കണം ഹരിക്കണം എല്ലാം അവിയൽ പരുവത്തിൽ വരികയാണെങ്കിൽ അതിൽ ആദ്യം ആരെയാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന റൂളാണ് ബോർഡ് മാസ് റൂള്. ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റുകൾ ഉണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റുകൾ ഒഴിവാക്കണം. ബ്രാക്കറ്റ് ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. O എന്ന് പറഞ്ഞാൽ ഓർഡറുകൾ പവറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ 2 സ്ക്വയർ 4 ക്യൂബ് അങ്ങനെ പവറുകൾ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. ഇവിടെ പവറുകളും കാണുന്നില്ല. പിന്നുള്ളത് ഡിവിഷൻ ആണ്. ഡിവിഷൻ ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഡിവിഷൻ ചെയ്യണം. ഇവിടുത്തെ ഡിവിഷൻ ആരാ? 6 ഹരിക്കണം 3. അത് ആദ്യം ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ അതുപോലെ ഇതാ 4 × 3 പ്ലസ് 2 മൈനസ് 6 ഹരിക്കണം 3 2. ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷനാ. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. 4 × 3 അത് ചെയ്യാം. 4 3 12 ആണ്. പ്ലസ് 2 മൈനസ് 2. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ അഡീഷൻ ആണ്. അഡീഷൻ ചെയ്യാം. 12 പ്ലസ് 2 14 മൈനസ് 2. അവസാനം സബ്ട്രാക്ഷൻ ആണ്. 14 2 പോയാൽ 12. ഉത്തരം കിട്ടുന്നു ഓപ്ഷൻ എ 12. ഇതാണ് ബോർഡ് മാസ് റൂൾ. ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടതാണ്. റെഡി. അടുത്ത ചോദ്യം. 5 6 7 8 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 4 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇങ്ങനത്തെ സംഖ്യകൾക്ക് ഉത്തരം കാണാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ 5 6 7 8ന്റെ LCM കാണുക. എന്നിട്ട് അതിനോട് ഈ 4 കൂട്ടിയാൽ മതി.
ഓക്കെ, 5, 6, 7, 8 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 4 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് 5, 6, 7, 8ന്റെ LCM കാണുക, എന്നിട്ട് അതിനോട് എന്ത് കൂട്ടുക? 4 കൂട്ടുക. LCM കാണുന്നത് എങ്ങനെയാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അറിയില്ലെങ്കിലും നോക്ക്. LCM കാണുന്നത് 5, 6, 7, 8 എല്ലാത്തിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 6ലും 8ലും കോമൺ ആയിട്ട് 2 ഉണ്ട്, അതിങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. 5ൽ 2 പോവില്ല, 6ൽ 3 2, 7ൽ 2 പോവില്ല, 8ലാണെങ്കിൽ 4 2. ഇനി കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? 5, 3, 7, 4 അതിലൊന്നും കോമൺ ആയിട്ട് ആരും ഇല്ല. അപ്പൊ LCM കാണാൻ ഇവരെല്ലാവരും കൂടെ എന്ത് ചെയ്യണം? ഗുണിക്കണം. ഗുണിച്ചു നോക്കാം. 2 × 5 × 3 × 7 × 4 ഗുണിക്കുകയാണെ ചെയ്യാം. 3 7 21. 21 × 4 എന്ന് പറഞ്ഞാൽ 84. 3 7 21. 21 × 4 84. പിന്നെ 2 5 10. 84 10 840. അപ്പൊ ഇവരുടെ LCM കിട്ടുക 840 പ്ലസ് 4 ചെയ്യണം. 844 ഉത്തരം കിട്ടുക. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. 844. അടുത്ത ചോദ്യം. ഒരു ക്ലോക്കിലെ സമയം 8:30 അപ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? ഒരു ക്ലോക്കിലെ സമയം തന്നിട്ട് മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള ആംഗിൾ ചോദിച്ചാൽ, ഒരു ക്ലോക്കിൽ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള ആംഗിൾ ചോദിച്ചാൽ ഉത്തരം 30h - 11/2 m കാണാനുള്ള ഫോർമുല. അതിനൊരു മോഡുലസും കൂടെ ഇടും. മോഡുലസ് ഇടണം നിർബന്ധമില്ല. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ ഉത്തരം പോസിറ്റീവ് എടുത്താൽ മതി. മോഡുലസ് ഇടുന്ന എന്തിനാ? നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കിട്ടുന്ന ഉത്തരം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് മാത്രം ആൻസർ പറയാം. അപ്പം മോഡുലസ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആശയം കിട്ടിയാൽ മതി. അപ്പൊ തുടങ്ങാം. 30 × h എന്ന് പറഞ്ഞാൽ ഹവർ എത്രയാന്ന് നോക്കുക. ഹവർ 8. 8 എന്ന് പറയുമ്പോൾ ഹവർ 8. -11/2 × m എന്ന് പറഞ്ഞാൽ മിനിറ്റ് ആണ്. മിനിറ്റ് എത്രയാ? 30. ചെയ്യാം. 2ൽ ഒരു 2 ആണ്. 30ലാണെങ്കിൽ 15 2. 30 × 8 എത്രയാ? 3 8 24 ആണ്. 240. -11 × 15 എത്ര വരിക? 11 × 15 എന്ന് പറഞ്ഞാൽ 165 വരിക. അപ്പൊ 240 165 കുറച്ചാൽ ഉത്തരം കിട്ടും 75 ഡിഗ്രി. ആൻസർ ഈ 75 ഡിഗ്രി. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, റെഡി? അപ്പൊ അത്യാവശ്യം കുറെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ സ്റ്റേജുകൾക്കൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു ലെവലിൽ വെച്ചിട്ട് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.